ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ അരക്കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പിഞ്ച് അപ്പസോഡ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സോഡാപ്പൊടി, അതായത് ബേക്കിംഗ് സോഡ, അത് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ തൈരിലേക്ക് അപ്പസോഡ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതേപോലെ നന്നായിട്ട് സോഫ്റ്റായി നല്ല ഒരു ഫ്ലഫി ആയിട്ട് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരും. ആ സമയത്ത് നമ്മളിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിലാണ് 1.5 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ട് നമുക്ക് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളം എടുക്കുന്നത് തന്നെ 250 ml കപ്പിൽ ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്രയും നമുക്ക് മതിയാവില്ല. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല. അപ്പോൾ എനിക്ക് വെള്ളത്തിൻ്റെ അളവ് ഏകദേശം ഒരു 1.25 കപ്പ്, 250 ml കപ്പിൽ 1.25 കപ്പ്. നിങ്ങൾ എടുക്കുന്ന ഗോതമ്പ് പൊടിയുടെ വെള്ളം കുടിക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വെള്ളത്തിൻ്റെ അളവ് വരിക. അപ്പോൾ അതനുസരിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഞാൻ ലാസ്റ്റ് ഇത് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു പരുവത്തിലാകുന്നത് വരെ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങൾ തൈര് ഉണ്ടോ, ഞാൻ 1.25 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ തൈര് എടുക്കുമ്പോൾ ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്. ഒരു മീഡിയം പുളി കുഴപ്പമില്ല. പുളി ഇല്ലാത്ത തൈരാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കാതെ നോക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിക്സിങ് പ്രധാനമാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈകൊണ്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ച് കുഴച്ച് എടുക്കണം കേട്ടോ. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ആ തൈരും മാവും നമ്മളെടുത്ത അപ്പസോഡയും ഉപ്പും എല്ലാം മാവിലേക്ക് യോജിക്കുന്ന രീതിയിൽ എല്ലാം കൂടി നല്ലപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സാധാരണ നമ്മൾ പഴംപൊരിക്കൊക്കെ മിക്സ് ചെയ്യുന്നതിൽ കൂടുതൽ നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതാണ് ഈ ഒരു പരുവം. ഈ ഒരു പരുവത്തിൽ നമുക്ക് റെഡിയായാൽ മതിയാകും. എന്നിട്ട് ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മുടെ സ്നാക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, നല്ല സോഫ്റ്റും ആയിട്ട് വരും. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് കൂടെ അടച്ചു വയ്ക്കാം. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് കൂടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, മാവിൻ്റെ ആ ഒരു ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്താൽ മാത്രം മതിയാകും. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സവാളയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്നും കൂടി കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ സവാളയും പച്ചമുളകും ഒക്കെ നിങ്ങൾക്ക്, ഞാൻ ഒരു പച്ചമുളക് എടുത്ത് നിങ്ങൾക്ക് 2 വേണമെങ്കിൽ എടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം. സവാളയും ഒന്ന് കടിക്കാൻ കൂടുതൽ കിട്ടുന്ന ഇഷ്ടമാണെങ്കിൽ ഒരു സവാള തന്നെ എടുക്കാം. ഞാൻ ഒരു മീഡിയം സവാളയുടെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതെല്ലാം പാടി ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് കോരിയിട്ട് കൊടുക്കാം. നമുക്ക് ഏത് പരുവത്തിലാണോ നിങ്ങൾക്ക് താല്പര്യം, ഈസി എങ്ങനെയാണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ആ സമയത്ത് ഞാൻ കുറച്ച് ഓയിലൂടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഇതേപോലെ കുറച്ചായിട്ട് ഇതേപോലെ ഞാൻ ഇങ്ങനെ നുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ സുഖം അതിനനുസരിച്ച് കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെക്കുന്ന വീഡിയോ ഒക്കെ ഇതിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് എണ്ണ ചൂടാക്കാൻ വെക്കുന്നതൊന്നും കാണാഞ്ഞത്. അപ്പോൾ ആദ്യത്തെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കി എടുക്കാം. അങ്ങനെ വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഗോതമ്പ് പൊടി വീട്ടിൽ തൈരും ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം വെച്ചിട്ടുള്ള ചൂട് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.